ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ദീപ ജോസഫിന് വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ആദ്യ പരാതിക്കാരിയെ അപമാനിച്ചു എന്നൊരു കേസിലാണ് ഇപ്പോൾ ദീപ ജോസഫിന് വിമർശനം ഉണ്ടായിരിക്കുന്നത്. കടുത്ത വിമർശനം നടത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അഭിഭാഷകയല്ലേ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ആദ്യ പരാതിക്കാരിയെ അപമാനിച്ചു. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ദീപ ജോസഫിന് സുപ്രീം കോടതിയുടെ വിമർശനം വന്നിരിക്കുന്നത്. കടുത്ത വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളൊരു അഭിഭാഷകയല്ലേ എന്നാണ് സുപ്രീം കോടതി പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. ദീപ ജോസഫിനാണ് സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ ആദ്യ പരാതിക്കാരിയെ അപമാനിച്ചു എന്നൊരു സംഭവത്തിലാണിപ്പോൾ സുപ്രീം കോടതി ദീപ ജോസഫിനെ വിമർശിച്ചിരിക്കുന്നത്. ദീപ ജോസഫിന് സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ആദ്യ പരാതിക്കാരിയെ അപമാനിച്ചു എന്നൊരു സംഭവത്തിലാണിപ്പോൾ ദീപ ജോസഫിനെതിരെ ഒരു കടുത്ത വിമർശനം സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അഭിഭാഷകയല്ലേ എന്നാണ് സുപ്രീം കോടതി പ്രധാനമായും ദീപ ജോസഫിനോട് ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ചോദ്യം. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ആദ്യ പരാതിക്കാരിയെ അപമാനിച്ചു എന്നതാണ് ദീപ ജോസഫിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം തന്നെ. സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്.